നമസ്കാരം. +2 പാസ്സായ നീറ്റ് UG 2025 ക്വാളിഫൈ ആയ വിദ്യാർത്ഥിനികൾക്ക് മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ചേരാനായിട്ടുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. MNS 2025 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആർമഡ് ഫോഴ്സസിൻ്റെ കീഴിലുള്ള 6 മെഡിക്കൽ കോളേജുകളിലാണ് ഈ ഒരു 4 വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സ് നടക്കുന്നത്. ഇതിൻ്റെ വിശദ വിവരങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അബീസ് ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. MNS അഥവാ മിലിറ്ററി നഴ്സിംഗ് സർവീസ് ഇന്ത്യൻ ആർമഡ് ഫോഴ്സിന് കീഴിലുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സർവീസാണ് ഈ ഒരു MNS എന്ന് പറയുന്നത്. ഓരോ വർഷം കൂടുന്തോറും ഇതിൻ്റെ അപേക്ഷകരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും അതുപോലെ തന്നെ കോമ്പറ്റീഷനൊക്കെ വളരെയധികം ടഫായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സിലും ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ ഇതിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ പഠിച്ച് 50% മാർക്കോടുകൂടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ +2 പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഇതിനു വേണ്ട ആദ്യത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അപേക്ഷകർ ഉറപ്പായും നീറ്റ് UG 2025 ക്വാളിഫൈ ആയിരിക്കണം എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നീറ്റ് 2025 ക്വാളിഫൈ ആയവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. MNS എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വനിതകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ഒരു പോസ്റ്റാണ്. അവിവാഹിതരായ സ്ത്രീകൾ, ബാധ്യതകളില്ലാത്ത വിധവകൾ, വിവാഹമോചിതർ എന്നിവർക്ക് ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷകർക്ക് വേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അപേക്ഷകർ 1 ഒക്ടോബർ 2000-നും 30 സെപ്റ്റംബർ 2008-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ച് ഒന്ന് നോക്കാം. അപേക്ഷകരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് നീറ്റ് UG 2025 സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതുമാതിരി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 4 ടെസ്റ്റുകളാണുള്ളത്. ഒന്നാമത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ്, അതിനുശേഷം ഒരു സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ്, അതിനുശേഷം ഇൻ്റർവ്യൂ, ദെൻ മെഡിക്കൽ. ഈ ഒരു 4 പ്രോസസ്സിലൂടെയാണ് ഇതിൻ്റെ സെലക്ഷൻ പോകുന്നത്. ഒന്നാമതായി നമുക്ക് നോക്കേണ്ടത് ആദ്യത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നുള്ളതാണ്. 2 സബ്ജക്റ്റുകളാണ് ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലുള്ളത്: ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്. ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ 80 മാർക്സ് ആണ്. ഇതിൽ നെഗറ്റീവ് മാർക്സ് ഉണ്ട്. 0.5% ആണ് നെഗറ്റീവ് മാർക്സ്. ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എക്സാമിനേഷൻ്റെ 30 മിനിറ്റ്സ് ആണ്. മുൻ വർഷങ്ങളിലൊക്കെ ഈ ഒരു എഴുത്തു പരീക്ഷ എന്ന് പറയുന്നത് അറൗണ്ട് 200 മാർക്സിൻ്റെ ടെസ്റ്റായിരുന്നു. അതിൽ സയൻസ് വിഷയങ്ങൾ കാണുമായിരുന്നു, ഇംഗ്ലീഷ്, ഇൻ്റലിജൻസ് ഒക്കെ എൻ്റെ സബ്ജക്റ്റുകളായിരുന്നു. അതിൽ നിന്നൊക്കെ പാടെ മാറി ഇപ്പം വെറും 40 മാർക്കിനുള്ള, അതും വെറും 2 സബ്ജക്റ്റുകൾ മാത്രം ഉള്ള ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ആദ്യം ഉള്ളത്. ഇതിന് ശേഷമാണ് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഇതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ ഒരു ബോർഡ് ഓഫ് ഓഫീസേഴ്സ്, മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെ ഒരു ബോർഡ് കാണും. അവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. ഇതൊക്കെ നടക്കുന്നത് ഡൽഹി RR ഹോസ്പിറ്റൽ വെച്ചാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഫൈനൽ സെലക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നീറ്റ് UG 2025 നിങ്ങൾക്ക് ലഭിച്ച മാർക്കിനോടൊപ്പം ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ലഭിച്ച മാർക്ക്, സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ്, പിന്നെ ഇൻ്റർവ്യൂവിൽ ലഭിച്ച മാർക്ക്, ഇത് 3 കൂടെ ആഡ് ചെയ്തിട്ട് ലഭിക്കുന്ന മാർക്കിൻ്റെ ബേസിലായിരിക്കും ഇതിൻ്റെ ഒരു മെറിറ്റ് നിർണ്ണയിക്കുന്നത്. ഈ മെറിറ്റിൽ വന്ന എല്ലാ കുട്ടികളും തന്നെ ഉറപ്പായിട്ടും മെഡിക്കൽ എക്സാമിനേഷൻ പാസ്സായിരിക്കണം എന്നുള്ളതാണ്. ഇന്ത്യൻ ആർമഡ് ഫോഴ്സിന് കീഴിലുള്ള ഇന്ത്യയിലെ 6 മെഡിക്കൽ കോളേജുകളിലായിട്ട് 220 സീറ്റിലേക്കുള്ള ഒരു വേക്കൻസീസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മെറിറ്റ് ലിസ്റ്റിൽ വരുന്ന 220 പേർക്ക് ഈ ഒരു മെഡിക്കൽ കോളേജുകൾ 4 വർഷത്തെ BSc നഴ്സിംഗ് ബിരുദത്തിന് വേണ്ടി ചേരാവുന്നതാണ്. വിജയകരമായി ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ലഫ്റ്റനൻറ്റ് പദവിയിൽ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇത് അപേക്ഷിക്കേണ്ട വിധം കൂടെ പറയാം. joinindianarmy.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് ഇത് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ ആണുള്ളത്. ആർമഡ് ഫോഴ്സസിൻ്റെ മറ്റ് പല പോസ്റ്റിന് വേണ്ടിയിട്ട് ഇതിനു മുമ്പേ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കാം. അതിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതിയായിരിക്കും. ആദ്യമായിട്ട് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു യൂസർ നെയിം പാസ്വേഡിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. SC ST വിഭാഗത്തിന് ഒഴികെയുള്ള എല്ലാ പേർക്കും 200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം, അതായത് 30 ജൂൺ 2025 ആണ്. വളരെയധികം റെപ്യൂട്ടേഷൻ ലഭിക്കുന്ന
ബെറ്റർ ആയിട്ടുള്ളൊരു പേ ആൻഡ് പെക്സ് ഒക്കെ ഉള്ള കരിയർ പ്രോഗ്രഷനുള്ള ഒരു സർവീസാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും +2 പാസ്സായ പെൺകുട്ടികളുണ്ടെങ്കിൽ അവർ നീറ്റ് UG 2025 ക്വാളിഫൈ ആണെങ്കിൽ ഉറപ്പായും അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് പറയുക. അതോടൊപ്പം പറയാനുള്ളത് ഡിഫൻസ് കരിയറിനെ കുറിച്ചുള്ള വാർത്തകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ജയ് ഹിന്ദ്.